വാ, ഞാൻ പറയാം. അല്ല, ഇന്നലെ നിസ്സാറുള്ളതും തന്നു? ആലീസ് ചോദിച്ചു. ആ, ഞാൻ മുൻകൈ എടുത്ത് ഒപ്പിച്ചു. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ആ, കുഴപ്പമില്ല, ഷംന പറഞ്ഞു. ആൻറ്റി എന്താ സാരി മാത്രം ചുറ്റുന്നത്? വേറെ ഡ്രസ്സൊന്നും ഇഷ്ടമല്ലേ? ഷംന ചോദിച്ചു. എനിക്ക് സാരിയാണ് കൂടുതൽ ഇഷ്ടം. മോൾക്ക് സാരി ഇഷ്ടമല്ലേ? ആ, ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഈ കഥ മാത്രം വിടാൻ സമ്മതിക്കില്ല. അവൻ്റെ ഉമ്മ ഇടുന്നുണ്ടല്ലോ, പിന്നെ എന്താ? അത് ഉമ്മ ഇടുന്നത് ഉപ്പാക്കത്ര പ്രശ്നമില്ല. നിസാർക്കൊക്കെയാണ് പ്രശ്നം. പിന്നെ ഉമ്മയോട് എന്നോട് പറയും പോലെ പറയില്ല. ഉമ്മാനെ നല്ല പേടിയാണ് ഇക്കാക്ക്. ഇന്നലെ ഓഫീസിൽ ഉമ്മ ജോണിൻ്റെ അടുത്തുണ്ടായിട്ടും ഉമ്മയുടെ കോലം കണ്ട് ആൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. എന്നോട് അങ്ങനെയൊന്നും പറയാത്തതാണ്. എന്നോടൊക്കെ പറയാണ് ഉമ്മയ്ക്ക് എന്തോ കള്ളത്തരമുണ്ടെന്ന്. അങ്ങനെ തോന്നിയെന്ന്. ജോണുള്ളത് കൊണ്ടാണ് ഒന്നും പറയാനതെന്ന്. ആ, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല ഷംന. ഇന്നലെ അവൻ ഓഫീസിൽ ചെന്നപ്പോൾ ഇത്തയും ജോണും വേറെ ലോകത്തായിരുന്നു. ഏ, സത്യമാണ് നിങ്ങളീ പറയുന്നത്? ഉമ്മാക്ക് ഇതെങ്ങനെ സഹിച്ചു? ഇക്കെന്ന് വെച്ചാൽ വലിയ സ്നേഹമാണ്. അത് പിന്നെ പോട്ടെ, ഉപ്പയെക്കുറിച്ച് ഉമ്മ മറന്നോ? ഷംന ചോദിച്ചു. ആ, ഏറെക്കുറെ മറന്നെന്ന് പറയാം. ഇപ്പോൾ നിസാറിൻ്റെ ഉമ്മയ്ക്ക് ജോണിനെ മതി. ഇന്നലെ രാത്രി നിങ്ങൾ കിടന്നതിന് ശേഷം വരാൻ കാരണം എന്താണെന്നറിയാമോ? അപ്പോൾ അത് ഷോപ്പിൻ്റെ കാര്യത്തിന് പോയതല്ലേ? അതിനല്ല അവരെത്താൻ വൈകിയത്. നീ ഇത് നോക്ക്. ഫോണിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചുകൊണ്ട് ആലീസ് പറഞ്ഞു. ഇത് ഉമ്മയാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആലീസ് വീണ്ടും സ്ക്രീനിൽ വിരൽ വെച്ച് നീക്കി അടുത്ത പിക്ക് കാണിച്ചു. അത് കണ്ട് ഷംന നെട്ടി വാ പൊത്തിപ്പോയി. അങ്ങനെ ഇന്നലെ രാത്രി ഔട്ട് ഹൗസിൽ നടന്നതിൻ്റെ എല്ലാ പിക്കും ഷംനയ്ക്ക് ആലീസ് കാണിച്ചു കൊടുത്തു. മോൾക്കിതെല്ലാം കണ്ടിട്ട് എന്ത് തോന്നുന്നു? അത് പിന്നെ നിങ്ങളുടെ ജോണ് ആള് കൊള്ളാലോ. ഉമ്മയെ എങ്ങനെ മാറ്റിയെടുത്തു? ഷംന ചോദിച്ചു. നീ ഇന്ന് രാവിലെ താഴെ വന്നപ്പോൾ എവിടെന്നാ വന്നത്? അത് പുറത്ത് നിന്ന്. അപ്പോൾ ഇത് ഇന്നലെ രാത്രി ഉമ്മ ജോണിൻ്റെ കൂടെയാണ് ഉറങ്ങിയത്? അങ്ങനെ പറയാൻ പറ്റില്ല. രാത്രി എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതാ. പിന്നെ എന്താ ഉണ്ടായെന്ന് ഇപ്പോൾ ജോൺ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അത് ചേച്ചി ഇതുവരെ പറഞ്ഞില്ലല്ലോ. എടി, നമുക്ക് നിന്റെ റൂമിലേക്ക് പോകാം. ഞാൻ ഇതുവരെ നിന്റെ മണിയറയിൽ കയറിയിട്ടില്ല. ആലീസ് ഷംനയും കൂട്ടി മുകളിലേക്ക് പടി കയറിപ്പോയി. മുകളിലെത്തി ആലീസ് പതിയെ അവളുടെ കെണിയിൽ ഷംനയെ തള്ളിയിട്ടു. ആലീസ് എല്ലാം മനോഹരമാക്കി. എല്ലാം കഴിഞ്ഞ് ആലീസ് പറഞ്ഞു, നീ നിസാറിനെ വിളിക്ക്, എവിടെ എത്തിയെന്ന് ചോദിക്ക്, എന്നിട്ട് കുറച്ച് സംസാരിക്ക്. ഞാൻ അടുത്തുള്ളത് പറയണ്ട. ഷംന ഫോണെടുത്ത് നിസാറിനെ വിളിച്ചു. പോയ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. നിസാറുമായി ഷംന സംസാരിക്കുമ്പോൾ പലപ്പോഴും അവൾക്ക് ഭർത്താവ് ചോദിക്കുന്നതിന് കൃത്യമായി മറുപടി പറയാൻ പറ്റിയില്ല. ആലീസിൻ്റെ വികൃതികൾ അതിന് സമ്മതിച്ചില്ല. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഷംന. എങ്ങനെയൊക്കെ നിസാറിനോട് സംസാരിച്ച് 10 മിനിറ്റ് നീണ്ട ഫോൺ വിളി അവൾ അവസാനിപ്പിച്ചു. ചേച്ചി എന്ത് പണിയാ കാണിച്ചേ? ഇക്കാക്ക് മനസ്സിലാവാത്തത് ഭാഗ്യം. അല്ല, അവനെത്താൻ വൈകുമോ? ആ, ഉമ്മയെ കാത്തിരിക്കുകയാണ്. ഓ, അപ്പോൾ ഇതെവിടെ പോയി? ആലീസ് ചോദിച്ചു. ഉമ്മ ഡോക്ടറോട് സംസാരിക്കുകയാണ്. എന്നാ വാ, നമുക്ക് താഴേക്ക് പോകാം. അത് ചേച്ചി. എന്താടി? ചേച്ചി താഴേക്ക് ചെല്ല്, അവരിപ്പോൾ വരും. ഞാനിവിടെ ഒന്ന് സെറ്റാക്കട്ടെ. നിസാർക്കിക്ക് ചെറിയ സ്മെല്ല് പോലും മനസ്സിലാകും. എന്നാ നീ വൃത്തിയാക്കിയാൽ മതി, സ്പ്രേ അടിക്കണ്ട. അവൻ കണ്ടുപിടിക്കട്ടെ. ചേച്ചി എന്നെ കൊലക്കൊടുക്കാനുള്ള പ്ലാനാണല്ലേ? എന്നെ ഇഷ്ടമായെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്യ്. അത് ചേച്ചി കുഴപ്പമാകുമോ? ഇല്ല ഷംന, അവൻ എന്തെങ്കിലും വ്യത്യാസം മനസ്സിലാകുമെന്ന് നോക്കാമല്ലോ. ശരി. അങ്ങനെ എല്ലാം സെറ്റാക്കി ഷംന ആരിസിൻ്റെ കൂടെ താഴേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോയവർക്ക് വരുമ്പോൾ കൊടുക്കാൻ നല്ല ജ്യൂസും റെഡിയാക്കി വെച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും അവർ വന്നു. നിസാറ് ജ്യൂസ് കുടിച്ച് മുകളിലെ റൂമിലേക്ക് പോയി. ഷംന നിസാർ റൂമിലേക്ക് കയറി പോകുന്നത് കണ്ട് ആരീസിനെ ഒന്ന് നോക്കി. നീ എന്തിനാ പേടിക്കുന്നത്? അവനെന്തെങ്കിലും ചോദിച്ചാൽ നോർമലായി സംസാരിച്ചാൽ മതി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുകളിൽ നിന്നും നിസാറിൻ്റെ വിളിയെത്തി.
ഷംന, ഷംന, ഇവിടെ നിന്ന് വന്നേ. ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ ഇക്കാക്ക് നല്ലപോലെ മണം പിടിക്കാൻ അറിയാമെന്ന്. എന്നെ കെണിയിലാക്കി നിന്ന് ചിരിച്ചാൽ മതിയുള്ളൂ നിങ്ങൾക്ക്. അങ്ങനെ ഷംന വേഗം റൂമിലേക്ക് ചെന്നു. എന്താ ഇക്ക വിളിച്ചത്? നീ ഇന്ന് എഴുന്നേറ്റ ശേഷം ഈ റൂം ക്ലീൻ ചെയ്തില്ലേ? ആ, ചെയ്തല്ലോ ഇക്ക. എന്നിട്ട് പിന്നെ എന്താ ഇവിടെ ഒരു സ്മെല്ല്? ഷംനയ്ക്ക് റൂമിൽ കയറിയപ്പോൾ ഒരു മണമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നിസാറിൻ്റെ കാര്യം പറയണ്ടല്ലോ. അവൾ അവന് സംശയം വരാത്ത രീതിയിൽ ഉത്തരം നൽകി. ഷംന നിസാറിൻ്റെ അടുത്തേക്ക് ചെന്നു. നീ ഏതോ ലോഷൻ വല്ലതും പുരട്ടിയോ? അതാണ് ഈ മണക്കുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾക്കിത് എന്താ? എന്നോട് താല്പര്യമില്ലെങ്കിൽ അത് പറ. അല്ലെങ്കിലും വേറെ പെണ്ണുങ്ങളെ മതിയല്ലോ. എടി, അങ്ങനെ അല്ലടി, സത്യമായിട്ടും വേറെ മണമാണ്. അതാ. നീ പിണങ്ങല്ലേ, അത് വിട്ടേക്ക്. നീ എൻ്റെ ഷർട്ട് തേച്ചോ? ഷോപ്പിൽ നിന്ന് വിളിച്ചിരുന്നു. ആ, അതൊക്കെ ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ സ്മെല്ല് മൂക്കിൽ നിന്ന് പോയി കാണില്ല. അതാണ് ഇങ്ങനെ ഓരോന്ന് തോന്നുന്നത്, ഷംന പറഞ്ഞു. അല്ലടി, ആലീസ് ചേച്ചി റൂമിലേക്ക് വന്നിരുന്നു. ഷംന നിസാറിൻ്റെ പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ട് ഒന്ന് നെട്ടി. അവളത് ഭർത്താവിനെ കാണിക്കാതെ ചോദിച്ചു. നിങ്ങൾക്കിതെന്താ? ചേച്ചി എന്തിനാ ഇവിടേക്ക് വരുന്നത്? എന്തോ എനിക്ക് അവരുടെ അടുത്ത് പോകുമ്പോഴുള്ള ഒരു സ്മെല്ല് ഈ റൂമിലുള്ള പോലെ. കഷ്ടം തന്നെ, ഇങ്ങനൊരു മനുഷ്യൻ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? എനിക്കവിടെ കുറേ പണിയുണ്ട്. എന്നാ നീ പൊക്കോ. പിന്നെ ഇന്ന് ഞാൻ ചിലപ്പോഴേ വരൂ. ഓ, തുടങ്ങിയോ വീണ്ടും? ഞാനിന്ന് രാത്രി ഇന്നലത്തെ പോലെ കൂടാമെന്ന് വിചാരിച്ച് എല്ലാം സെറ്റാക്കിയതാ. ഇപ്പോൾ എല്ലാം വെറുതെ ആയി. അല്ല, ഇന്നെന്താ വരാത്തത്? ഉപ്പ കിടന്നതിന് ശേഷമാണ് ഈ ശീലമൊക്കെ നിങ്ങൾക്ക് തുടങ്ങിയത്. നിനക്ക് ഇതല്ലാതെ വേറെ ചിന്തയൊന്നുമില്ലേ? പുതിയ ഷോപ്പിലേക്കുള്ള സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. അത് ഷെരീഫിക്കയുടെ കൂടെ പോയി എടുക്കണം. ഓ, അപ്പോൾ ഉമ്മ വരുന്നില്ലേ? ഉമ്മ ഓൺലൈൻ വഴി സെലക്ട് ചെയ്തതാണ്. ഇനി കൊണ്ടുപോയി വന്നിട്ടേ കാണൂ. ശരി. അപ്പോൾ നിങ്ങൾ ഇനി എപ്പോഴാണ് വരിക? ഞാനിനി നാളെ രാത്രി 12 മണിയാകും. ശരി. പോയാൽ പിന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്യില്ലെന്നറിയാം. എന്നാലും ഒന്ന് പറയട്ടെ, ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്കണം, ഷംന കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. ആ, നോക്കാം. അല്ലെങ്കിൽ നീ 2 ദിവസം വീട്ടിൽ പോയി നിന്നോ. ഇല്ല, ഞാനിപ്പോൾ പോകുന്നില്ല. അവൾ റൂമിൽ നിന്നും ഇറങ്ങി താഴേക്ക് വരുമ്പോൾ പേടിച്ചതുപോലെ ഒന്നും സംഭവിക്കാത്തതിലുള്ള സമാധാനമായിരുന്നു. ഒപ്പം രാത്രി തകർക്കാനുള്ള അവസരം കിട്ടിയതിനുള്ള സന്തോഷവും. താഴെ എത്തിയ ഷംനയോട് ആലീസ്, എന്തു പറഞ്ഞു നിന്റെ കെട്ടിയോൻ? ഞാൻ പറഞ്ഞില്ലേ മൂക്കിന് വല്ലാത്ത പവറാണെന്ന്. ചോദിച്ചു നിങ്ങൾ റൂമിൽ വന്നിരുന്നോ എന്ന്. ഞാനൊന്ന് പേടിച്ച് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. എന്താ ഒരു സന്തോഷം മുഖത്ത്? അവനെന്തെങ്കിലും? ബെസ്റ്റ്, നല്ല ആളാ. നീ ഇറങ്ങി വരുമ്പോൾ നല്ല സന്തോഷം കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ, ആലീസ് ചോദിച്ചു. അത് ഇന്നിക്ക വീട്ടിൽ വരില്ല. നാളെ രാത്രി 12 മണിക്ക് വരൂ. പുതിയ ഷോപ്പിലേക്കുള്ള സാധനങ്ങൾ സെറ്റാക്കാൻ പോവാണ്. ഓ, അപ്പോൾ അതാണ് നിന്റെ മുഖത്തിത്ര തെളിച്ചം. കെട്ടിയവൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ പെണ്ണിന് സങ്കടമല്ല, സന്തോഷമാണ്. എന്താണ് അതിനർത്ഥം? ആലീസ് ചോദിച്ചു. ഒരർത്ഥവും ഇല്ല ചേച്ചി, വെറുതെ ഒന്നും ചിന്തിക്കണ്ട. എനിക്ക് മനസ്സിലായി കള്ളി എന്തായെന്ന്. അത് ഞാൻ രാത്രി പറഞ്ഞു തരാം. അത് കേട്ട് ഷംന ഒന്ന് ചിരിച്ചു. മോളെ, നിസാറ് ഷോപ്പിലേക്ക് പോയോ? ആലീസിൻ്റെയും ഷംനയുടെ അടുത്തേക്ക് ആൻസീത്ത വന്നു. ആ, പോയുമ്മ. നിങ്ങൾ ഇന്ന് പോകുന്നില്ലേ? ഷംന ചോദിച്ചു. ആ, വൈകുന്നേരം ഒന്ന് പോയി വരണം മോളെ. ആലീസ്, നീ ഒന്ന് വന്നേ, ഒരു കാര്യമുണ്ട്. ആലീസ് ഇത്തയുടെ കൂടെ അടുക്കളയിൽ നിന്നും അകത്തേക്ക് ചെന്നു. എന്താ ഇത്ത വിളിച്ചത്? അത് നിന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ തെറാപ്പി ചെയ്യുന്നവർ? ആർക്കാ? ഇക്ക കാണും. അതെ, ഡോക്ടർ പറഞ്ഞത് തെറാപ്പി ചെയ്താൽ കുറച്ചുകൂടി മാറ്റമുണ്ടാവുമെന്നാണ്. ആലീസിൻ്റെ ഉള്ളിലെ അൻവറിനുള്ള പക കൊണ്ട് അവളിലെ മൃഗം പുറത്തു ചാടി. അവൾ പറഞ്ഞു, എൻ്റെ ഇത്ത, ഇക്ക എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന ഈ ഫ്രീഡമൊക്കെ കിട്ടുമോ? നിങ്ങൾ കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. ഇപ്പോൾ ഉള്ളതുപോലെ കിടക്കുന്നതല്ലേ നല്ലത്. ഇനി നിങ്ങളുടെ താല്പര്യം പോലെ. അത് അറിഞ്ഞുകൊണ്ട് ഇക്കെ ചതിക്കാൻ എനിക്ക് പറ്റില്ല ആലീസ്. നിസാർ അറിയോ ഡോക്ടർ പറഞ്ഞത്? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ.
ഡോക്ടറെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതാ, തെറാപ്പി ചെയ്താൽ നല്ല പരിചയമുള്ള സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളുണ്ട്. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അവനോട് പറഞ്ഞാൽ മതി. ഏ, ഇവിടെയോ? അതാരാ? ഞാനറിയാത്ത ഒരാൾ. ജോൺ. ഏ, അവനോ? ആലീസ്, നിന്റെ വായിൽ നിന്നും കേൾക്കും. അല്ലിത്ത, സത്യമാണ്. അവൻ വർക്ക് ചെയ്യുന്ന ക്ലിനിക്ക് പുതുക്കി പണിയാൻ അടച്ചിട്ടപ്പോൾ ജോലിയില്ലാതെ അവൻ കുറച്ചുനാൾ ഇരുന്നു. അപ്പോൾ ഞാനാണ് അവനോട് എൻ്റെ കൂടെ ഇവിടുത്തെ ഡ്രൈവറായി പണിക്ക് വിളിച്ചത്. ആണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്താ, നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്ക്. വേറെ ആരെങ്കിലും വിളിക്കുന്നതിന് നല്ലത് ജോൺ ചെയ്യുന്നതല്ലേ. ആർക്കും സംശയമുണ്ടാകാതെ ഇതുപോലെ മുന്നോട്ട് പോകുമല്ലോ. ഇനി ഇത്തയുടെ തീരുമാനം പോലെ. എന്നാലും ഇതുവരെ ജോൺ ഇങ്ങനൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അത് നിങ്ങൾക്ക് അവനെക്കുറിച്ച് എല്ലാം അറിയുമോ? അത് അവൻ എന്നോടെല്ലാം പറയാറുണ്ട്. നീ അവൻ്റെ ആൻറ്റി അല്ലെന്നും പിന്നെ വീട്ടുകാരുമായി അവനിപ്പോൾ ഒരു ബന്ധമില്ലെന്നും അതിനെന്താണ് കാരണമെന്നും അങ്ങനെയെല്ലാം അവനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രം അവൻ എന്നോട് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ കരുതലും കൂടുതൽ അടുപ്പത്തിലാണല്ലേ? സത്യം പറയാലോ ആലീസ്, അവൻ ഒരാൺകുട്ടിയാ. ഞാൻ ഒരിക്കലും അവനോട് ഇങ്ങനെ അടുക്കുമെന്ന് കരുതിയതേ അല്ല. അവൻ്റെ മിടുക്ക് കൊണ്ടാണ് ഇപ്പോൾ അൻവറിക്കയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പോലും പറ്റാത്തത്. എപ്പോഴും മനസ്സിൽ ജോൺ മാത്രമാണ്. അടുക്കളയിൽ നിന്നും ഷംന എല്ലാം ചെവി കോർത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. ആലീസ് ഫോണിൽ ജോൺ വർക്ക് ചെയ്തിരുന്ന എല്ലാ ഡീറ്റെയിൽസും ഇത്തേ കാണിച്ചു. നീ ഇത് ഇപ്പോൾ ആരോടും പറയാൻ നിൽക്കണ്ട, ഞാൻ ജോനോട് സംസാരിച്ച് തീരുമാനിക്കാം. അതും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. മരുന്ന് കുടിച്ചോ നിങ്ങൾ? അൻവറോട് ചോദിച്ചു. ആ, ഷംന എടുത്തു തന്നു. അൻവർ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ കാര്യം ഡോക്ടറുടെ അടുത്ത് സംസാരിച്ചിരുന്നു. തെറാപ്പി ചെയ്താൽ ചിലപ്പോൾ മാറ്റമുണ്ടാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആണോ? നടക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നിന്റെ സങ്കടം ഒന്ന് മാറ്റിത്തരാൻ പറ്റിയാൽ മതിയായിരുന്നു, അൻവർ പറഞ്ഞു. നല്ല കാര്യമായിപ്പോയി. വേറൊന്നും പറയാനില്ലേ നിങ്ങൾക്ക്? അത് 2 ദിവസമായി നിന്റെ സ്നേഹം കിട്ടിയിട്ട്. ഇപ്പോൾ എനിക്കൊന്ന് അനക്കം വെച്ചാൽ നിന്റെ പിണക്കം മാറ്റിത്തരാൻ പറ്റുമായിരുന്നു, അൻവർ പറഞ്ഞു. വെറുതെ ഇങ്ങനെ കിടക്കുമ്പോൾ പലതും തോന്നും. ഇനി സ്നേഹം കിട്ടാത്തതിൽ വിഷമം വേണ്ട. ആൻസിയ അൻവറിൻ്റെ കൂടെ ഇരുന്നു. എടി, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? അതെന്താ, ഞാൻ ഇക്കയോട് കളവ് പറയാറുണ്ടോ? ഇല്ല, അതെനിക്കറിയാം. എന്നാലും നീ ഇത് പറ. എന്താ ഇക്ക ചോദിക്ക്. നിനക്ക് അങ്ങനെ തോന്നാറില്ലേ? പിന്നില്ലാതെ, ഞാനും ഒരു സ്ത്രീയല്ലേ. എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നീ ഇപ്പോൾ എൻ്റെ അടുത്തൊന്നും കാണിക്കുന്നില്ല. വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് നിൻ്റെ ഓരോ പെരുമാറ്റവും. ഇക്ക എന്തായി പറഞ്ഞു വരുന്നത്? എടി, അത് കുറച്ച് ദിവസമായി നിനക്കൊരു മാറ്റം. എൻ്റെ അടുത്ത് വരുന്നില്ല, പരിഭവം പറയുന്നില്ല, ഡ്രസ്സിങ്ങിലെല്ലാം നല്ല മാറ്റം. ഇന്നലെ രാത്രി ഞാൻ ഷെരീഫിനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങളിവിടെ നിന്ന് 5 മണിക്ക് പോകുന്നെന്നാണ്. എന്നിട്ട് നീ രാത്രി ഇതെവിടെയായിരുന്നു? നീ എപ്പോഴാണ് വന്നതെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. ആ, അത് ശരി. ഈ കിടപ്പിൽ കിടന്നിട്ടും എന്നെ സംശയിക്കുകയാണല്ലേ? അല്ലെങ്കിലും ഞാൻ ഒരുങ്ങി നടക്കുന്നത് നിങ്ങൾക്ക് മോനും പറ്റില്ലല്ലോ. എല്ലാം എൻ്റെ തെറ്റാണ്. ഇത് ഞാൻ കേൾക്കണം. കള്ളസങ്കടം അഭിനയിച്ചു. തൻ്റെ അടുത്തുനിന്ന് മാറി അകന്നു കിടക്കുന്ന ആൻസിയെ നോക്കി അൻവർ പറഞ്ഞു. നീ കുറച്ച് ദിവസമായി ചെയ്തത് അങ്ങനെയല്ലേ? അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വിഷമമായെങ്കിൽ സോറി. നീ ഇല്ലെങ്കിൽ ഞാൻ തകർന്നു പോകുമെന്ന് നിനക്കറിഞ്ഞൂടെ? പിന്നെ എന്തിനായിക്ക നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ എൻ്റെ ഇഷ്ടത്തിന് വിട്ടൂടെ? ശരി, ഇനി ഞാൻ ഒന്നും പറയില്ല. നീ എൻ്റെ അടുത്തേക്ക് വാ, ഞാനൊന്ന് സമാധാനിക്കട്ടെ. എന്ത് സമാധാനം? നിങ്ങൾക്ക് മാത്രം മതിയോ ഈ സമാധാനം? എൻ്റെ കാര്യമൊന്നും നിങ്ങൾക്കറിയണ്ടല്ലോ. അതാൻസിയ, അറിയാനിട്ടാണോ? നീ എന്താ ഒന്നും അറിയാത്തവരെ പോലെ സംസാരിക്കുന്നേ? ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. സമ്മതിച്ചു. എന്നിട്ട് ഞാനൊരു നല്ല ഡ്രസ്സ് ഇട്ടാൽ പ്രശ്നം, കുറച്ച് സമയം വൈകിയാൽ അതും പ്രശ്നം. നിങ്ങളുടെ ബിസിനസ് ഞാനല്ലേ ഇപ്പോൾ നോക്കുന്നത്. നിങ്ങൾ മുമ്പ് വൈകി വരുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്നെപ്പോലെയാണോ നീ? നീ ഒരു പെണ്ണല്ലേ. എന്തെങ്കിലും സംഭവിച്ചാ എന്താ, എന്നെ ആരെങ്കിലും പിടിച്ചു തിന്നുമോ? ആൻസി ചോദിച്ചു.
ഞാൻ കൂടെ ഉള്ളപ്പോൾ പോലും ആളുകളുടെ നോട്ടം ഞാൻ കാണുന്നതല്ലേ. ഓ, അപ്പോൾ നിങ്ങൾക്ക് അതാണ് പ്രശ്നം. എനിക്കിത്തിരി സൗന്ദര്യമുള്ളതും പ്രായം അറിയുന്നതും നിങ്ങൾക്കിപ്പോൾ പ്രശ്നം. അത് പറഞ്ഞാൽ പോരെ. എടി, നീ ഒന്ന് അടുത്തേക്ക് വാ. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. ഓ പിന്നെ, എനിക്കിപ്പോൾ അടുത്ത് കിടക്കാൻ താല്പര്യമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആദ്യമായാണ് അവർക്കിടയിൽ അങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. അൻവറിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഭാര്യയ്ക്ക് നല്ല മാറ്റമുണ്ടെന്ന് അയാൾക്ക് ഉറപ്പായി. അയാൾ ഭാര്യയെ നോക്കി അങ്ങനെ കിടന്നു. ഈ സമയം ഷംനയും ആലീസും അടുക്കളയിൽ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ആലീസ് അവളോട് ചോദിച്ചു, എന്താ ഷംന ഒരു മൗനം? എന്തെങ്കിലുമൊക്കെ പറയടോ. എന്തു പറയാൻ? ചേച്ചിക്കല്ലേ പറയാനുള്ളത്. എനിക്കോ? നീ എന്നോട് പറയുന്ന കേട്ടോ? ആ, കുറച്ചൊക്കെ കേട്ടു. എന്താ ഷംന, നിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. ഒന്ന് പറ. എന്താണ്? എന്നെ വിശ്വാസമില്ലേ നിനക്ക്? ചേച്ചി അത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ വന്ന സമയം മേക്കപ്പ് ഇടുന്നതും മോഡേൺ വസ്ത്രങ്ങൾ ഇടുന്നതൊന്നും ഏക്കാക്ക് വലിയ പ്രശ്നമായിരുന്നു. അന്ന് ഉമ്മ മാത്രമാണ് എൻ്റെ കൂടെ നിന്നത്. പിന്നെ ഉമ്മയോട് സംസാരിക്കുമ്പോൾ ഉമ്മാക്ക് ഇങ്ങനെ വസ്ത്രമെടുത്ത് നടക്കാൻ പറ്റാത്ത ഒരു വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇക്കാക്കും ഉപ്പാക്കുമായിരുന്നില്ല പ്രശ്നം, കുടുംബക്കാർക്കും നാട്ടുകാർക്കുമായിരുന്നു. അത് ഞാൻ വന്നതിന് ശേഷം മാറ്റിയെടുത്തു. പിന്നെ ഉമ്മയും എല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി. മോഡേൺ വസ്ത്രങ്ങളാണെങ്കിലും ഉമ്മ ഒന്നും കാണിക്കാതെയായിരുന്നു ഉടുത്തിരുന്നത്, അധികം ഫിറ്റ് ആകാത്തതും. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും എല്ലാം മാറ്റമുണ്ട്. അതിന് നിസാറിക്ക എന്നെ ഇന്നലെ രാത്രി കുറ്റപ്പെടുത്തി. ഞാനാണ് എല്ലാത്തിനും കാരണക്കാരിയെന്ന് ഇന്നലെ രാത്രി ഒരുപാട് പറഞ്ഞു. ഒന്ന് കൂടാൻ വേണ്ടി ചെന്ന എനിക്ക് നിരാശയായിരുന്നു ഫലം. ഇപ്പോൾ ഉമ്മയോട് പറയുന്നത് കേട്ടപ്പോൾ ഒരു സമാധാനം. ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഈ കാലത്തും ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടോ? ആലീസ് ചോദിച്ചു. ഉമ്മാൻ്റെ ഈ മാറ്റം ജോൺ കാരണമാണെന്ന് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇത്താൻ്റെ ചീത്ത കേട്ട് നിൽക്കേണ്ടി വരില്ലായിരുന്നു. അയ്യോ മോളെ, ചതിക്കല്ലേ. നീ അവനോട് അറിയാതെ പോലെ പറഞ്ഞു പോരുത്. എല്ലാം ജോൺ തന്നെ അവനോട് പറയുമ്പോൾ അറിഞ്ഞാൽ മതി. എൻ്റെ ആഗ്രഹം കൊണ്ട് ഇക്കയുടെ കൂടെ ഒന്ന് കൂടാൻ വേണ്ടി ഒരുങ്ങിച്ചെന്നപ്പോൾ അപ്പോഴാണ് ഇക്ക എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കായത്. ഓ, അപ്പോൾ അവൻ ഇത്രയ്ക്ക് പ്രശ്നമാണോ? അത് ഉമ്മയും പറയും. ശരിക്കും ഇക്കയോട് വെറുപ്പ് തോന്നി. ഞാൻ എത്ര സ്നേഹിച്ചാലും ഇക്കാക്ക് എന്നെ മനസ്സിലായില്ല ചേച്ചി. പിന്നെ എന്തിനാടി നീ അവൻ്റെ പുറകെ പോകുന്നത്? നീ മനസ്സ് വെച്ചാൽ ജോൺ നൽകും. നിസാറിൽ നിന്നും കിട്ടാത്തതല്ല. അത് ചേച്ചി ആഗ്രഹമില്ലാഞ്ഞിട്ട് ഞാൻ പറയുന്നതല്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല, ഇതറിഞ്ഞാൽ ഉമ്മ സമ്മതിക്കുമെന്ന് ചേച്ചിക്ക് ഉറപ്പുണ്ടോ? ഷംന, നീ പറയുന്നത് ഉമ്മ തന്നെ ചിലപ്പോഴെല്ലാം സെറ്റാക്കും. അത്രയ്ക്ക് അടുപ്പാണ് അവർ. ഇനി അൻവറിക്കിടെ മുൻപത്തെ പോലെ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾക്കിനി ഇത്തൊരു ഓർമ്മ മാത്രമാകും. ചേച്ചി, ഇത് വലിയ പ്രശ്നമാണ്. ഉപ്പയും ഇക്കയും അറിഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. മോളെ, ഇങ്ങനെ പേടിച്ച നമ്മുടെ നല്ല പ്രായത്തിൽ കിട്ടാനുള്ളത് എല്ലാം കിട്ടാതെ പോകും. ആർക്കു വേണ്ടി ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം? അത് ശരിയാ. ഇപ്പോൾ നിസാർക്ക് ഉണ്ടെന്നോ ഇല്ലെന്നോ ഒരു കൂസലും ഉമ്മാക്കില്ല. നിന്റെ നിസാർക്കാൻ്റെ ഉമ്മ ജോണിൻ്റെ കൂടെയുള്ള ഫോട്ടോ കണ്ടപ്പോൾ നീ കണ്ണുവിട്ടായി നോക്കുന്നത് ഞാൻ കണ്ടതല്ലേ. മോനും കൊള്ളാം, മരുമോളും കൊള്ളാം. അത് ഉമ്മ ജോണിൻ്റെ കൂടെ അങ്ങനെ കണ്ടപ്പോൾ എനിക്കെന്തോ തോന്നിപ്പോയി. എന്ത്? അതറിയില്ല. ഉമ്മയെ അവൻ്റെ കൂടെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. എന്താ പെണ്ണെ ഒരു കള്ളച്ചിരി മുഖത്ത് വരുന്നത്? ഒന്ന് പോ ചേച്ചി, ഉമ്മ ഇങ്ങോട്ട് വരും. അപ്പോഴേക്കും വീണ്ടും ആലീസ് പണി പറ്റിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ഇത്ത വന്നു. ഷംന എവിടെ? അവൾ റൂമിലേക്ക് പോയി. ആലീസ് പറഞ്ഞു. എന്തായിരുന്നു രണ്ടിനും കൂടി ഇവിടെ പണി? അല്ല, നീ വെറുതെ ഇരിക്കില്ലെന്നറിയാം, അതാ ചോദിച്ചത്. ഓ, നിങ്ങൾക്കുള്ളതുപോലെ മരുമോൾക്കുമുണ്ട്. അത് ഒന്ന് തീർത്തു കൊടുത്തതാ. ഡേ, അവളെ വെറുതെ കുഴിയിൽ ചാടിക്കല്ലേ. എൻ്റെ മോൻ്റെ ഭാര്യയാണ്. അവർ ജീവിച്ചു തുടങ്ങുകയാണ്, ഇത്ത പറഞ്ഞു.